സുഹൃത്തുക്കളെ, സ്വസ്തി വെൽനസ് സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ കൂട്ടത്തിൽ പല ആളുകളും ഈ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാ അല്ലേ. നമ്മുടെ ഭക്ഷണ രീതിയൊക്കെ തന്നെയാണ് ഒരു വിധത്തിൽ അതിന് കാരണം. ഒന്ന്, സമയത്തിന് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടാണ്. രണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തുനിന്നുള്ള ഫുഡ്, അതുപോലെ ഭക്ഷണം കഴിച്ച പാടെ നമ്മൾ കിടക്കുക, ഇങ്ങനെയൊക്കെ നമ്മുടെ ഓരോ ജീവിതശൈലി പ്രശ്നങ്ങളെ കൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെയൊക്കെ വരുന്നതെങ്കിലും ഇതെങ്ങനെ വരുന്നു എന്നാരും ചിന്തിക്കൂല. പക്ഷെ നമുക്കതിന് ശേഷം വയറ് വീർത്ത് വരുമ്പോൾ, ഗ്യാസൊക്കെ നിറഞ്ഞ് വയറ് വലിയൊരു കുടവയറ് പോലെ അല്ലെങ്കിൽ ഒരുപാട് ഫാറ്റ് ഉള്ള പോലെയൊക്കെ അത് എടുത്ത് കാണിച്ച് അങ്ങനെ നിൽക്കും അല്ലേ. നമ്മൾ അമിതമായിട്ട് ഗ്യാസ് നിറയും. അത് കാണുമ്പോൾ ഉള്ളൊരു ബോറും, അതുപോലെ തന്നെ നമ്മൾ അനുഭവിക്കുന്നവർക്കുള്ള അതിൻ്റെ ഒരുപാട് വിഷമങ്ങൾ അല്ലേ. അപ്പോൾ ഇത് മാറാൻ വേണ്ടി, ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മാറാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടുള്ള നിങ്ങളുടെ വയറിങ്ങനെ മുന്നോട്ട് തള്ളി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷ നേടാൻ വേണ്ടിയിട്ട് യോഗയിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രാണായാമ ക്രിയയിൽ പെട്ടതാണ് കപാലഭാതി. കപാലഭാതി കൊണ്ട് നമുക്ക് ഈ ഒരു പറയുന്ന ഒരൊറ്റ ബെനിഫിറ്റ് മാത്രമല്ല കിട്ടുന്നത്, മറിച്ച് കപാലം എന്ന് പറയുമ്പോൾ മേൽനെറ്റി എന്നാണ് അതിൻ്റെ അർത്ഥം. ഭാതി എന്ന് പറയുമ്പോൾ പ്രകാശം എന്നാണ്. അതായത് നമ്മൾ മേൽനെറ്റി പ്രകാശിപ്പിക്കുക എന്ന് പറയുമ്പോൾ ക്ലീൻ ചെയ്യുക എന്നുള്ള. പക്ഷെ ഇതിൻ്റെ മറ്റൊരു വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഗുണം ഏരിയയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ വയറിലെ ഗ്യാസ് മാറും എന്നുള്ളതും മാറാനത് കാരണമാവും എന്നുള്ളതും, ദഹനമൊക്കെ പ്രത്യേകിച്ചും നടക്കും എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വയറിനുണ്ടാകുന്ന ഈ മുന്നോട്ട് തള്ളിക്കുന്ന അവസ്ഥയൊക്കെ മാറും എന്നുള്ളത്. അപ്പോൾ ചെയ്യുന്ന രീതിയാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കപാലഭാതി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ സുഖാസനത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ വജ്രാസനത്തിലോ ഇരിക്കാം. വജ്രാസനത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഡൈജഷൻ മെച്ചപ്പെടുത്താൻ, അതായത് ദഹനം മെച്ചപ്പെടുത്താനുള്ളൊരു യോഗ പോസാണ്. ഓക്കെ, നമ്മുടെ വജ്രാസനം എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ കപാലഭാതി കൂടി ചെയ്യുമ്പോൾ കൂടുതൽ ഗുണം ചെയ്യും. അതാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം? കൈ വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചിന്മുദ്രയൊക്കെ വെക്കാം. നമ്മൾ ചെയ്യേണ്ട രീതി, അല്ലെങ്കിൽ കൈ ഇങ്ങനെ വേണമെങ്കിൽ വെക്കാം. നമ്മൾ ചെയ്യേണ്ട ഒരു രീതി എന്ന് പറയുന്നത്, ആദ്യം ദീർഘമായ ശ്വാസം അകത്തേക്ക് എടുത്ത് സംഭരിക്കുക, എന്നിട്ട് പുറത്തേക്ക് വിടുക. തള്ളി തള്ളി പുറത്തേക്ക് അങ്ങനെ വിടുന്ന ഒരു രീതിയാണ്. ഇതുപോലെയാണ്. ശ്വാസം ദീർഘമായി അകത്തേക്ക് എടുത്ത് സംഭരിച്ചു വെക്കുന്നു. ശേഷം ആ ശ്വാസത്തെ നമ്മൾ പുറത്തേക്ക് മൂക്കിലൂടെ അങ്ങനെ വിടുന്നു. ഇതുപോലെ ഇതിൽ നമ്മൾ അകത്തേക്ക് എടുക്കാൻ ശ്രമിക്കുന്നില്ല, പുറത്ത് വിടൽ മാത്രമാണ്. ഈ സമയത്ത് നമ്മൾ വയറിങ്ങനെ ഫ്ലാപ്പ് ചെയ്യും. ഈ സമയത്ത് നമ്മുടെ വയറിലുള്ള ഗ്യാസ് ഇല്ലാണ്ടാവും. ഗ്യാസ് അവിടെ നിന്ന് മാറാൻ സഹായിക്കും. അത് വഴി നമ്മുടെ വയറിങ്ങനെ കൂമ്പി നിൽക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഇല്ലാതാക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ മേൽനെറ്റി, നമ്മുടെ തലയോട്ടിയൊക്കെ നമുക്ക് ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഈ ശ്വാസം എക്സൈൽ ചെയ്യുന്നത് നിർത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി തള്ളി ശ്വാസം വിടുമ്പോൾ, ഞാൻ ശ്വാസം വിടുന്ന ശബ്ദം എത്രത്തോളം മൈക്കിൽ നിന്ന് കേൾക്കാൻ പറ്റുന്നതെന്ന് അറിയില്ല, നല്ല ശബ്ദത്തിൽ നമ്മളിങ്ങനെ ശ്വാസം പുറത്ത് വിടുമ്പോൾ എപ്പോഴാണ് നമ്മൾ ലങ്സ് കാലിയാവുന്നത്, ശ്വാസം പുറത്ത് വിടാനുള്ള, അപ്പോൾ ലങ്സ് കാലിയാവുമല്ലോ, ശ്വാസകോശം കാലിയാവുന്നത് എപ്പോഴാണോ ആ സമയത്ത് നമ്മൾ വീണ്ടും ഇതന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആവർത്തിക്കുക. ഒരു 3 പ്രാവശ്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ നമുക്ക് പറ്റും. പിന്നെ നിങ്ങൾ ചെറിയ രീതിയിലുള്ള മറ്റു ശ്വസന പരിശീലനങ്ങളൊക്കെ കുറച്ച് സമയം ഇരുന്ന് ദീർഘമായ ശ്വാസം എടുത്ത് ദീർഘമായ ശ്വാസം പുറത്ത് വിട്ടതിൻ്റെ ശേഷമൊക്കെ ഇത് ചെയ്യാതെ കുറച്ച് ശക്തമായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ലേഡീസിന് ഇത് ചെയ്യാം. ലേഡീസ് ഇത് ചെയ്യും, ജെൻസിനും ലേഡീസിനും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷെ ലേഡീസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് പീരീഡ്സിൻ്റെ സമയമാണെങ്കിൽ ആ സമയത്ത് ചെയ്യാതിരിക്കും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതിലേക്കും ഗുഡ് ബൈ.